കാനഡയിൽ നിൽക്കുന്ന ചിലരെങ്കിലും ഫ്രീസിംഗ് റെയിനെ പറ്റി പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. ഞാൻ ആക്ച്വലി 2 ദിവസം മുന്നേ +10 ടെമ്പറേച്ചർ വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ സമ്മർ ആയിട്ടുണ്ടാവും, ഇനി ജാക്കറ്റൊക്കെ എടുത്ത് വെക്കാം, ഇനി ഫുൾ എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ അപ്പോഴാണ് നമ്മൾ നെട്ടിക്കുന്നൊരു വിവരം പറഞ്ഞത് അടുത്ത ദിവസം നമുക്ക് ഫ്രീസിംഗ് റെയിൻ ആണ്. ഫ്രീസിംഗ് റെയിൻ ഇവിടത്തെ പോലെ ചെറുതായിട്ടൊക്കെ ഇടക്കുണ്ടാവില്ലെങ്കിലും ഇത്രയും ഹെവി ആയിട്ട് കുറച്ച് കാലത്തിന് ശേഷമാണ് തോന്നുന്നു വരുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഫ്രീസിംഗ് റെയിൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കൊട എടുത്തിട്ടാണ് നമ്മൾ പണിക്ക് പോകാൻ ഇറങ്ങി കണ്ടോ. ഈ കാണുന്നത് നമ്മൾ ഗൂഗിളിൽ നിന്ന് പണ്ട് ഡൗൺലോഡ് ചെയ്ത വാൾപേപ്പർ അല്ല, അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ മഴ പെയ്ത് ഐസായി ഒരു വാൾപേപ്പർ പോലെ പണിതാണ്. ഇത് ഒരു മഴയാണെങ്കിൽ തിരക്കിട്ടുണ്ടായില്ല ഗൈസ്, ഒടുക്കത്തെ കാറ്റാണ്. നോർമൽ ഒരു കുഴപ്പമില്ലാത്തൊരു തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുട എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൈയൊക്കെ ഇട്ടിട്ട് എങ്ങനെയും പോകും. പക്ഷേ ഇത് കുട പിടിക്കണോ, കൈയാണെങ്കിൽ തണുത്തിട്ട് അതിലാറ് കൈ ജാക്കറ്റ് കിട്ടണമെന്ന് പറയുന്ന കൺഫ്യൂഷനിൽ നിൽക്കണം. എൻ്റെ കുടൻ്റെ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ അതിലും പെയ്യ തപ്പക്കാൻ. അപ്പോഴാണ് നമ്മൾ മാനേജർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഫ്രീസിംഗ് റെയിനല്ലേ കഷ്ടപ്പെട്ട് വരണ്ടായിരുന്നു, ഓഫ് എടുത്തോളൂ. ഇന്നത് 30 കുറച്ച് ആദ്യം വിളിച്ച് പറഞ്ഞോടേനോ ഞാൻ ആലോചിച്ചു. പക്ഷേ എന്ന് കഴിഞ്ഞാലും കയ്യില്ല 5 പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിക്ക് പോകാണ്ടിരിക്കാന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ആക്ച്വലി നമ്മൾ നമ്മൾ ഫാർമപ്രീൻ്റെ അവിടെ തിരുവനന്തപുരം കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഇവിടെ നടന്നും പരന്നും നമ്മൾ തീർത്തു. ശേഷം ഞാൻ തിരിച്ചു പോകുന്നുട്ടോ, കാരണം ഇപ്പോൾ തന്നെ സമയം 6:30 നമുക്ക് 7 മണിക്കാകുമ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കും. നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. സ്വാഭാവികമായും 1 രൂപയുടെ സാധനം വാങ്ങണം, ഞാൻ 10 രൂപയുടെ സാധനം വാങ്ങിയെന്ന് അതൊരു അവസ്ഥയായി പോയി. എന്താ ചെയ്യാൻ പറ്റത്തൊക്കെ ശീലല്ലേ. ഈ സമയത്തിന് അത്യാവശ്യം നമ്മുടെ നിലത്തൊക്കെ നല്ല ഐസ് പെയ്ത് നല്ലോണം ഭയങ്കര സ്ലിപ്പറി ആയിട്ടുണ്ടായിരുന്നു. ഇത് സ്നോ അല്ല ആക്ച്വലി, ഇത് ഐസ് പോലെ, ഐസിൻ്റെ ചെറിയ കഷ്ണങ്ങൾ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ വഴുക്കി വീഴും. ഇതിലുള്ള വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടൻ്റെ മേലേക്കും ഇതിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നിട്ട് ഈ കുടൻ്റെ മേലൊക്കെ ഐസിൻ്റെ ഒരു ഷെല്ല് പോലെ ഇങ്ങനെ ഒരു പാളി പോലെ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് കുട ഭയങ്കര വെയിറ്റ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് അടക്കാനും തുറക്കാനും ബുദ്ധിമുട്ട്. ഓ മൈ ഗോഡ്. അങ്ങനെ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് നോമ്പൊക്കെ തുറന്നൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.